ഈ പേപ്പറിലൂടെ ഈ ബട്ടർഫ്ലൈ എങ്ങനെ മൂവ് ചെയ്യുന്നു? കുറേ പേര് കഴിഞ്ഞ ദിവസം മിസ് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ്, ഇങ്ങനെ ഒരു കുട്ടി ഷോർട്സ് ചെയ്തപ്പം എന്താണ് ഈ മാജിക്കിന് പിന്നിലെ രഹസ്യം എന്ന് ചോദിച്ചു. സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് മിസ് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ആദ്യം ഒരു വൈറ്റ് പേപ്പർ എടുക്കാം, പിന്നെ ഒരു ബ്ലൂ കളറോ ഏതെങ്കിലും ഒരു കളർ പേപ്പറിൽ ഒരു ബട്ടർഫ്ലൈനെ വരയ്ക്കുക. എന്നിട്ട് ബട്ടർഫ്ലൈനെ വരച്ചിട്ട് അതിന് പുറകിൽ ഒരു ഈ കാണുന്ന പോലെ സേഫ്റ്റി പിന്ന് കാണുന്നുണ്ടോ? സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ മൊട്ട് സൂചിയോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ ബട്ടർഫ്ലൈനെ വരയ്ക്കാം കേട്ടോ. ഇത് മിസ് വരുന്നത് അത്ര ശരിയായിട്ടില്ല. നിങ്ങൾക്ക് നല്ലോണം വരയാൻ അറിയുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ? അപ്പൊ നല്ല ഭംഗിയായിട്ട് വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? എന്നിട്ട് ഈ പേപ്പറിന് മുകളിൽ ഇങ്ങനെ വെക്കാം. വെച്ച് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ഇങ്ങനെ മൂവ് ചെയ്യോ? ഇങ്ങനെ കൈകൊണ്ട് മൂവ് ചെയ്തിട്ടാണോ കാണിച്ചേ? അല്ല. ഇനിയാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ആള് വരാൻ പോകുന്നത്. ഈ മാഗ്നറ്റ് ആണ് നമ്മളുടെ പ്രധാനപ്പെട്ട ആള്. കുറെ പേര് കമന്റ് ചെയ്തു, മാഗ്നറ്റ് അല്ലേ മിസ്സേ, മാഗ്നറ്റ് അല്ലേ മിസ്സേ ചോദിച്ചിട്ട്. യെസ്, മാഗ്നറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ മാജിക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ത് ചെയ്യണം എന്നറിയോ? ഈ ബട്ടർഫ്ലൈനെ ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ മാഗ്നറ്റ് ഇതിന് തൊട്ട് പുറകിൽ വെക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? യെസ്, എന്ത് സംഭവിച്ചു? ഈ ബട്ടർഫ്ലൈ ഇവിടെ നിൽക്കുന്നില്ലേ? എങ്ങനെ നിൽക്കുന്നു? യെസ്, മാഗ്നറ്റ് ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലെ സേഫ്റ്റി പിൻ ഉണ്ട്. നമുക്കറിയാം മാഗ്നറ്റ്സ്, കാന്തം എന്തിനെ അട്രാക്ട് ചെയ്യും? മെറ്റൽസിനെയൊക്കെ അട്രാക്ട് ചെയ്യും അല്ലേ? ഇവിടെ കാന്തം എന്തിനെ അട്രാക്ട് ചെയ്തിട്ടുണ്ട്? ആ പിന്നിനെ അട്രാക്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ വെച്ച് കാന്തം മാഗ്നറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിനെ ഇങ്ങനെ മൂവ് ചെയ്യാം. അപ്പൊ മൂവ് ചെയ്യുമ്പോൾ നമ്മളുടെ ബട്ടർഫ്ലൈ മൂവ് ചെയ്യും. അപ്പൊ നമുക്ക് ഈ മാജിക് കാണിച്ചിട്ട് ഇനി ഷൈൻ ചെയ്യാലോ. അപ്പൊ സിമ്പിൾ ട്രിക്ക് അല്ലേ? സിമ്പിൾ ട്രിക്കിൽ നല്ല അടിപൊളി മാജിക് ആയി അല്ലേ?